അനാഥമായി നിൽക്കുന്നു. കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ വരാനുണ്ട്. ഒരു ഗ്യാങ് തന്നെ എന്നെ ആക്രമിക്കേണ്ട ഒരു ഓർഡർ ആയിരുന്നു ഇത്. എന്തോ ലക്ക കൊണ്ട് അത് വഴിമാറിപ്പോയി. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അറ്റ്മോസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് ഈ ബീറ്റർ. അതായത് ഈ ബേക്കിംഗ് ഫീൽഡിലുള്ളവർക്ക് വേണ്ട ഒരു കാര്യമാണ്. സോ അതിൻ്റെത് മെയിനായിട്ടുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു പന്തികേട് പറ്റിയാൽ അത് നമ്മൾ സെറ്റപ്പാക്കി എടുക്കണമല്ലോ. അപ്പോൾ അത് സെറ്റപ്പൊക്കെ അത് റിപ്പയർ ആയ ടൈമിൽ അതിൻ്റെ ടെൻഷൻ വേറെ. പിന്നെ അറിയാൻ ഒരു 3-4-5 ഓർഡർ എടുത്ത് വെച്ചത് അത് വേറെ. ഒരിടയിൽ ഞാൻ എന്ത് പറയുന്നുള്ളത് വേറെ. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് എങ്ങനെയോ ബീറ്റർ എങ്ങനെയൊക്കെയോ സോൾവ് ചെയ്ത് അതിൻ്റെ ഇഷ്യൂ സോൾവ് ചെയ്ത് പിന്നെ അങ്ങോട്ട് കാലെടുത്ത് വെച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. അതായത് ഈ ഓർഡർ നമുക്ക് പിറ്റേന്ന് രാവിലെ കൊടുക്കേണ്ടതാണ്. ഒരു 6 മണി 7 മണിയാകുമ്പോൾ കൊടുക്കേണ്ട സാധനമാണ്. സോ അവർക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വേഗം വാങ്ങി പോകാമെന്നുള്ളൊരു ഇതിലായിരുന്നു. അങ്ങനെ ഞാൻ ഈ സംഭവം കേക്കിന് വേണ്ടിയിട്ടുള്ള ടോപ്പർ തപ്പുന്നത് രാത്രി ഒരു 11 മണിക്കായപ്പം. അതായത് എൻ്റെ കേക്കിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ ഈ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തൊന്ന് സെറ്റാക്കി വെക്കും. അതായത് രാവിലെ നമുക്ക് വേഗം തന്നെ പണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് മെയിനായിട്ട് വേണ്ട കാര്യമാണ് ടോപ്പർ. അതായത് ബ്രൈഡ് ടു ബിക്കാണ് അവർ ഓർഡർ തന്നത്. അപ്പോൾ കേക്കിൽ ബ്രൈഡ് ടു ബീൻ്റെ ടോപ്പർ മസ്റ്റ് ആണല്ലോ. സോ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? കുത്തിറിന് തപ്പി ഏതോ ഒന്നെങ്ങാനുണ്ട് എന്നുള്ളൊരു ഓർമ്മയിലാണ് ഞാൻ മേടിക്കാതിരിക്കുകയെന്നറിയാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒന്നും ഉണ്ടല്ലോ എന്നുള്ള ഒരു മൈൻഡിലാണ് ഞാൻ പിന്നെ നോക്കാതിരുന്നത്. പിന്നെ രാത്രി മെനക്കെട്ട് കുത്തിറിന് തപ്പി. ഞാൻ ഈ ഒരു ഷൂവിൻ്റെ ബോക്സിലാണ് കേട്ടോ ഇട്ട് വെക്കാറ്. ഒരു ഇതെല്ലാ ടോപ്പേഴ്സും അതിലാണ് ഉണ്ടാവാറ്. അങ്ങനെ ഞാൻ കുത്തിറിന് തപ്പി. ഗ്രൂം ടു ബി ഉണ്ട്, മാം ടു ബി ഉണ്ട്, ബ്രൈഡ് ടു ബി മാത്രമില്ല. എന്താ ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ. ആ ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ. ഒന്നാമത് ഷോപ്പ് ഓപ്പൺ അല്ല. പിന്നെ അറിയാം പിറ്റേന്നാണെങ്കിൽ അവർക്ക് ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ മുന്നേ അവർക്കത് കൊണ്ടുപോവുകയും വേണം. സോ ഒന്നും ചെയ്യാനില്ല. കസ്റ്റമർക്ക് ഞാൻ മെസ്സേജ് അയച്ചു. അവർ ഓൺലൈനിലായിരുന്നു. അങ്ങനെ പിന്നെ അവർ പോകുന്ന വഴിക്ക് ഷോപ്പ് എങ്ങാനും ഓപ്പൺ ആക്കുകയാണെങ്കിൽ അവർ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിച്ച് അവരെ പറഞ്ഞു വിട്ടു. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം കിച്ചണിലേക്ക് പോയപ്പം അവിടെ ഒരു നൈഫുണ്ട് അനാഥമായി നിൽക്കുന്നു. കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ വരാനുണ്ടെന്ന്. അങ്ങനെ പിന്നെ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു നൈഫും അതിൽ വെക്കാൻ മറന്നു പോയിട്ടുണ്ടെന്ന്. അവരായതുകൊണ്ടാണ് കേട്ടോ എന്നെ സഹിച്ചത്. വേറെ ഏതെങ്കിലും കസ്റ്റമർ ആയിരുന്നെങ്കിൽ നോക്കണ്ട. അപ്പം സംഭവം എന്തോ എനിക്കും ഈ ഒരു ടോപ്പർ കേക്കിൽ വെച്ചപ്പം ഭയങ്കര നൈസായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്കെന്ത് തോന്നുന്നു?